അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് നടന്നതിൻ്റെ ശേഷം നമ്മളെ ഈ മഞ്ഞമ്പാറ മജ്ലിസിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് അകത്തോട്ട് കയറിയിട്ട് അപ്പോൾ അങ്ങനെ ഒടുവിൽ ഞാൻ പള്ളി കയറി നിസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ അഷ്റഫ് ഞങ്ങളെ പോരൻ്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അയാളിപ്പോൾ ഭയങ്കര തിരക്കിലാന്നുള്ളത്. അപ്പോൾ വേറെ പോകുന്നൊരു പരിപാടിയിലുണ്ട് അല്ലേ? അപ്പോൾ അതിനെ കൊണ്ട് അയാളങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ കിട്ടുന്ന ആളൊന്നുമല്ല. അങ്ങനെ കിട്ടൂല. ഇന്ന് എന്ത് തിരക്കിലുണ്ട്. വണ്ടിയെല്ലാം ഉസ്താദിൻ്റെ ഹജ്ജിൻ്റെ കമ്മിറ്റിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ളത് അങ്ങനെ പേര് പറഞ്ഞോളി. ബജിപ്പ കർണാടക അല്ലേ? കർണാടക. ഏതായാലും എനിക്ക് അതിനുള്ള ആ ഒരു കുറച്ചൊരു 5 മിനിറ്റ് 2 മിനിറ്റ് എത്ര ആണെങ്കിലും അതിനുള്ള ഒരു ആ സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ തന്നതിനുണ്ട് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വരും അല്ലേ. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട നമ്മൾ അഷ്റഫ് സംഗീത നല്ല വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് ഈ വണ്ടി കർണാടക സ്റ്റേറ്റിൻ്റെ ഒരു ഹജ്ജ് കമ്മിറ്റീൻ്റെ ഭാഗമായിട്ട് തങ്ങളെ ഭാഗമായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ വളരെ സമയമില്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ടൈം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും. ഞാൻ ചെറിയൊരു എൻ്റെ യൂട്യൂബിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. സന്തോഷം. അപ്പോൾ ഇവിടെ നിങ്ങളെ ഈ മജ്ലിസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എത്ര വർഷമായി നിങ്ങളത്? ഇത് സത്യത്തിൽ ഈ കുഗ്രാമത്തിലൊരു ചാലഞ്ചായി ഏറ്റെടുത്ത് 2002 സെപ്റ്റംബർ 14 ഏതാണ്ട് 22 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ ഗൾഫിലായിരുന്നു കുറേ കാലം. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല എന്ന ഒരു വലിയ കുറവുണ്ടായിരുന്നു. എൻ്റെ മക്കളൊക്കെ അന്ന് സാദിയ സ്കൂളിൽ പോയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വില്ലേജിനെ ഒരു എഡ്യൂക്കേഷൻ വില്ലേജാക്കി മാറ്റുക. അപ്പോൾ എൻ്റെ 20 വർഷം കൊണ്ട് അൽഹംദുലില്ലാ വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചു. ഒരുപാട് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വലിയ വലിയ ഓഫീസേഴ്സൊക്കെ ഇതിൽ നിന്നുണ്ടായി ഇതിൻ്റെ പ്രൊഡക്ഷനായിട്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മതക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഫനേജ് ഉണ്ട് ഇവിടെ. അതിൽ ജാതി ഭേദമൊന്നുമില്ല. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ഫുൾ ഫ്രീ ആണ്. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് അതാണ്. അനാഥരെ സനാഥരാക്കുക. അതൊരിക്കലും അവർക്ക് അനാഥത്വം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പഠന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 19 വർഷമായി 100% ഇവിടുത്തെ വിജയം. ഇതിലൊക്കെ നമുക്ക് അത് അള്ളാഹുവിൻ്റെ വലിയൊരു സഹായമാണ്, വലിയ അനുഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 1500ഓളം കുട്ടികൾ ഈ വിവിധ ക്യാമ്പസുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തേവാസികളുണ്ട്, ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികളുണ്ട്, മദ്രസ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. ഇവിടെ താമസിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഫുൾ ഫ്രീ ആണ്, എല്ലാം സൗജന്യമാണ്. നല്ല സ്പെഷ്യലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, നല്ല ഇതൊക്കെ.
ഇൻഷാ അല്ലാ ഇനി ഭാവിയിൽ പിന്നെ പുതിയ കുറേ കോളേജുകളൊക്കെ തുടങ്ങണമെന്നുണ്ട് ഭാവിയിലുള്ള ഫ്യൂച്ചറായിട്ട്. ഫ്യൂച്ചറായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും. ഒരുപാട് സഹായിക്കുന്ന ആളുകളുണ്ട് ഇതിനു വേണ്ടി. ഇപ്പോൾ നോമ്പ് തുറ തന്നെ സാമൂഹ്യ നോമ്പ് തുറയാണെങ്കിൽ 30 ദിവസവും ഒരുപാട് ആളുകളുണ്ടാവും. അതിലേക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് വേണ്ടി സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ സമയത്ത് ഇതിലൂടെ നന്ദി പറയുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് 1000 ബാഹുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ തങ്ങ ഇപ്പോൾ യാത്രക്ക് ഒരുങ്ങിയിട്ട് ഞാൻ മാംഗ്ലൂർ പോവാണിപ്പോൾ. എൻ്റെ ഇപ്പോൾ അധികം അവിടെ ഹജ്ജ് കമ്മിറ്റിയും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ ഇന്ന് 27-ാം രാവാണ് വരുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പ്രാർത്ഥന സദസ്സൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ തങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെന്നും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആ വിലപ്പെട്ട ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടെല്ലാം അങ്ങ് മാറ്റി വെച്ചതിന് ഒരുപാട് മനസ്സറിഞ്ഞിട്ട് അറിയിക്കാൻ പറ്റാത്തത്രത്തോളം നന്ദിയുണ്ട്. ആദ്യം തന്നെ ഒരു വലിയൊരു സമയം നമുക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം സ്പെൻഡ് ചെയ്തിന്. അപ്പോൾ തങ്ങളപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം. ഇവിടെ നിന്ന് ചുറ്റുപാടെല്ലാം എടുത്തു വരും. ശരി. അസ്സലാമു അലൈക്കും. പേരെന്ത് പറഞ്ഞാൽ? ഇദ്ദിങ്കുഞ്ഞി. ഇദ്ദിങ്കുഞ്ഞി. ഇതെൻ്റെ പേര് മെരുവൻ. ബദ്രമ്പള്ളത്ത്. അപ്പൊ എന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ അതും കണ്ടില്ല? കണ്ടിന്, എത്രയോ കണ്ടു. പിന്നെ ഈ ചങ്ങായി കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതായാലും നമ്മൾ പോകാല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്നെ ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഓഫറും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് നന്ദിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ വണ്ടിയിൽ കയറാൻ നമുക്ക് ഏതായാലും അല്ലേ? കയറി നിങ്ങൾ നമുക്ക് ഈ തങ്ങളെ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടല്ലോ ഇവിടെ പോകുന്നേക്ക് നമ്മൾ ജസ്റ്റ് ആ പോകുന്നേക്ക് ഒന്ന് കാണിച്ചിരുന്നത് അല്ലേ? പിന്നെ അല്ല മറായത്തല്ല തടിക്കുള്ള സുഖം തന്നെയല്ലേ? നോമ്പെല്ലാം തീരാറായി അല്ലേ? അതെ അതെ, പെട്ടെന്ന് പോയത്. ഈ ചൂടുകാലം എന്ന് പറഞ്ഞാൽ പക്ഷെ നോമ്പ് പോയതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതാണ് നമ്മളെ പിന്നെ തങ്ങളെ ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഒരു കോമ്പൗണ്ടിന്റെ അകത്തോട്ട് നമ്മൾ ഇപ്പൊ കേറിയിട്ടുണ്ട്. വാ, ബ്യൂട്ടിഫുൾ, നല്ല കാണാനും ഭയങ്കര മതിയാട്ടെ. കളിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഇതുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ, നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്ത് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഇത്. പുതിയതായിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും. ആ, എന്തൊരു സ്റ്റൈൽ. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതാണ് ഫ്രണ്ടിൽ നമ്മളെ മജ്ലിസിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനി പോയാലോ അല്ലേ? അപ്പൊ ഞാനൊരു ഏകദേശം എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതില്. അപ്പൊ നിങ്ങൾക്ക് വിലപ്പെട്ട കമന്റും കാര്യങ്ങളെല്ലാം ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി കുറച്ച് ബെൽറ്റാനായിട്ട് കുറച്ചല്ലേ എന്താ കട്ടോ അവന് അല്ലേ? തിരിക്കാൻ കുറച്ച് പണിയാണ് ഈ റോഡ്. എന്തെങ്കിലും റോഡ് ചെറുതായതുകൊണ്ട് പിന്നെ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇതാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഉണ്ടല്ലേ ഇതിൽ 4x4 ഇതില്ലല്ലേ? അതില്ല. അപ്പൊ നിങ്ങളിൽ വേറെ ഏതൊരു വണ്ടി ഉണ്ട്? ഇന്നോവ ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, വാഗ്നർ ഉണ്ട്. പിന്നെ മിഞ്ഞാന്ന് പുതിയ വണ്ടി ഇറങ്ങിയല്ലേ? അതെ അതെ, ഡിസയർ. അത് ഡിസയർ പുതിയതാ? പുതിയ ഇറങ്ങി, അത് എടുത്തിന്. അങ്ങനെ നല്ല മോഡലാ? നല്ല മോഡൽ, 2025. ശരി. നല്ല CNG ഉണ്ട്, പെട്രോളും രണ്ടും ഉണ്ട്. നല്ല മൈലേജ് രണ്ടും ഉണ്ട്. അത് മോന് ഗിഫ്റ്റ് കൊടുത്തത്. ആർക്ക്? എൻ്റെ മോന്. ഡോക്ടറേറ്റ് ആണ്.
ആ മോനിപ്പോ ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ടല്ലേ? ഡോക്ടർ പഠിച്ചിട്ടായി ട്രെയിനിങ് ഉള്ള ആ ആ അങ്ങനെ ഉപ്പ കൊടുത്തത് മോനെ ഗിഫ്റ്റ് ആയി. അപ്പൊ അങ്ങനെ അതിൽ പഠിച്ചിട്ടാകുമ്പോ കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ആ ഇവിടുന്ന് കാറിന് സ്പെഷ്യലായിട്ട് കൊടുത്തത്. അതല്ല നമുക്ക് അതിന്റെ പരിപാടിയെല്ലാം വെക്കാണ്ട് ഞാൻ വിളിക്കാം കേട്ടാ. ഇൻഷാല്ലാ. അപ്പൊ പരിപാടിയെല്ലാം ഉണ്ട്. ആ മതി മതി. അപ്പോൾ ഗൈസ് നമ്മളേതാ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾ നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അതൊന്നും എടുത്തോട്ടെ. അപ്പോൾ ഇൻഷാല്ലാ കാണാം. അപ്പോൾ ഞാൻ വരാം. അപ്പോൾ ഇറക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആ പിന്നെ ഇൻഷാല്ലാ കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ വേണ്ട പോലെ എല്ലാം ചെയ്തു തരാം. ആമി ആമി ഉറപ്പില്ല. എടുക്കാം ഒരു മിനിറ്റ്. ഓക്കെ അപ്പോൾ കാണാം. നേരെ ഒന്ന് തിരിച്ചിട്ട് ഓക്കെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കം. അപ്പോൾ നമ്മളെ പുതിയ വണ്ടിയിൽ നമുക്കൊരു ട്രിപ്പ് അടിക്കണ്ടേ? ഇൻഷാല്ലാ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഫ്രീ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബാംഗ്ലൂർ മൈസൂരിൽ പോയിട്ട് വരാം. ഇൻഷാല്ലാ. ഓക്കെ 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 ഓക്കെ. അപ്പം അതിന് നിങ്ങൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് സീറ്റ് ഒഴിവാക്കി തന്നു. നമ്മളെ ഗസ്റ്റ് ആയിട്ടല്ലേ കൊണ്ടുവന്നത് നിങ്ങളെല്ലാം കിട്ടല് നല്ലൊരു ഭാഗ്യം. അത് വലിയ കാര്യമല്ല. ആമി ആമി ഉറപ്പില്ല. സന്തോഷമുണ്ട്. ആ ബാക്കിന് ഒരുപാട് നന്ദിയുണ്ട്. കാണാം. ഓക്കെ ഇൻഷാല്ലാ. ആ വീടെല്ലാം കണ്ടിട്ടല്ലേ വേണ്ട പോലെ ചെയ്യും. ഓക്കെ ഭയങ്കര ഓക്കെ ഓക്കെ ആയി. ആയി ഓക്കെ. വാലിക്കും സലാം. വാലിക്കും സലാം.